വൃദ്ധപ്പന് 6 വയസ്സേ ഉള്ളൂ. അവൻ എന്തറിയാനാ? അവനൊന്നും അറിയത്തില്ല. പല കാര്യങ്ങളും ഞാൻ ആലോചിച്ച് ദൈവം ഇന്നലെയും കൂടെ ഞാൻ ഈ കുഞ്ഞിനെ വിളിച്ച്, അല്ലെങ്കിൽ ഇവന് ഞാൻ സഹായമല്ല, എന്റെ കടമ ഞാൻ ചെയ്തതല്ല, എന്നിട്ട് ഇവൻ എന്താ ഇങ്ങനെ ഇത്രേ അറിയത്തില്ലേ ഈ സ്ത്രീ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നതാണ്. ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുത്തല്ലോ ദൈവം. എനിക്ക് എന്തുമാത്രം വിഷമം. ഞാൻ അത് ആരും കാണിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ, ആരോട് പറഞ്ഞില്ല എനിക്ക് വിഷമമുണ്ടെന്ന്. ഞാൻ ചുമ്മാ അഭിനയിച്ച് കാണിച്ച് റീൽ ചെയ്ത് സന്തോഷം. പക്ഷെ ഞാൻ 11 വയസ്സ് തൊട്ട് ഞാൻ നോക്കിയതാ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പൊക്കി പിടിക്കുന്നവരുണ്ടല്ലോ, ഈ 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എന്താണെന്ന അമ്മ ഞാൻ ഉപദ്രവിച്ചെന്ന് പറഞ്ഞ് ഇവൻ എന്താണ് അവിടെ പോയി നിൽക്കായിരുന്നത്? ഇന്ന് 22 വയസ്സുള്ള യുവാവാണ് അവൻ. ഇന്ന് പൈസ ഉണ്ട് ആവശ്യത്തിന്. അന്നൊന്നും ഇല്ലായിരുന്നപ്പോൾ ഞാനുണ്ടായിരുന്നു, ഞാൻ മാത്രമേ ഉള്ളായിരുന്നെന്ന്. എന്താണ് മനസ്സിലായി? എനിക്ക് വിഷമമുണ്ട്, ദണ്ണമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. രേണു ഈ പറഞ്ഞ ഈ കാര്യത്തോട് ഞാൻ രേണുവിനോടാണ് യോജിക്കുന്നത്. കാരണം ഇപ്പോ രേണു പറയുന്നു, രേണുവിനെ ദ്രോഹിച്ച ഒരു സ്ത്രീയോട് കൂടി ചേർന്ന് നിന്ന് കിച്ചു ഫോട്ടോ എടുത്തു, അല്ലെങ്കിൽ കിച്ചു അവരുടെ വാക്കുകൾ കേട്ടു എന്നൊക്കെ രേണു പറയുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു അമ്മയാണ്, എത്രയായാലും അവരൊരു അമ്മ മകൻ ബന്ധമാണല്ലോ. അപ്പൊ അമ്മയെ ദ്രോഹിച്ചതും അമ്മയെ ശത്രുവായിട്ട് കാണുന്നതും അമ്മ ശത്രുവായിട്ട് കാണുന്നതും ഒരാളിന്റെ കൂടെ കിച്ചു നല്ലതുപോലെ സംസാരിച്ച് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് അവരുടെ കൂടെ ഉള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്ത്, ഇതൊക്കെ രേണുവിനെ കേട്ടപ്പോഴും കണ്ടപ്പോഴും വിഷമമായിട്ടുണ്ടാവും. ഇപ്പം ഞാൻ എൻ്റെ ഒരു അമ്മയാണ്, എന്റെ കാര്യത്തിലായാലും എന്റെ മകൻ, ഞാനിപ്പോ ഒരു ശത്രുവായിട്ട് കാണുന്ന ഒരാളെ, അല്ലെങ്കിൽ എന്നോട് ദേഷ്യമുള്ള ഒരാളുടെ കൂടെ ചേർന്ന് എന്റെ മകൻ ഫോട്ടോ എടുക്കുകയോ അവരോട് നല്ലതുപോലെ സംസാരിക്കുകയോ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് വിഷമമുണ്ടാവും. പക്ഷേ ഇതിന്റെ മറുവശം കൂടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അമ്മ മകൻ ഒരു ബന്ധം ഉണ്ടാവണം, അമ്മയ്ക്ക് മകനോടും മകന് അമ്മയോടും ഒരു സ്നേഹം ഉണ്ടാവണം. ഇപ്പോ കിച്ചുവിന് രേണുവിനോട് ഒരു സ്നേഹം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ്, കിച്ചു ചെയ്ത കാര്യങ്ങൾ തെറ്റാണ്. കിച്ചുവിനും തിരിച്ചും അത് കണക്ക് ഒരു മകന്റെ കൂടെ തോന്നുന്ന ഒരു സ്നേഹം കിച്ചുവിനോട് തോന്നിയിട്ടുണ്ട്, കിച്ചുവിനും തിരിച്ച് അമ്മയോടുള്ള സ്നേഹം ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലാണ് കിച്ചു ചെയ്ത കാര്യം തെറ്റാവുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവര് തമ്മിൽ അങ്ങനെ ഒരു അമ്മ മകൻ സ്നേഹമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല. നാട്ടുകാരെയും സോഷ്യൽ മീഡിയയിലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു അമ്മ മകൻ ബന്ധം, അതായത് ആ ഒരു സ്നേഹബന്ധം ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും രേണുവിനെ ശത്രുവായിട്ടും രേണുവിനെ ദ്രോഹിച്ച ആളിന്റെ കൂടെ കിച്ചു ചേർന്ന് നിന്ന് ഫോട്ടോ എടുത്തതും കിച്ചു അവരോട് നേരെ ചൊവ്വേ സംസാരിച്ചതും, അതായത് സുധിയുടെ വീട്ടിൽ ഇവർ ചെന്നപ്പോൾ നല്ലതുപോലെയൊക്കെ അവരോട് സൽക്കരിച്ച് നല്ലതുപോലെയൊക്കെ നിന്നത്. രേണു സുധിയുടെ വീട്ടുകാരുമായിട്ടും അത്ര നല്ല കണ്ടീഷനിലായിരിക്കില്ല, എന്തോ അറിയില്ല. അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ സുധിയുടെ വീട്ടുകാരും കിച്ചുവും ചെയ്തത് തെറ്റാണ്. ഈ പറയുന്നതിൽ ഞാൻ രേണുവിന്റെ കൂടെയാണ്. അതായത് കിച്ചുവിന് വളർത്തിയതും, അതായത് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് കിച്ചുവിന് ധൈര്യത്തോടെ പൈസ കടം ചോദിക്കാനും അതേ പൈസ കൊടുക്കാനും രേണുവല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ രേണു പറയുന്നത് കണക്ക് അന്ന് ഈ പറയുന്ന ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കിച്ചു ഒരു യുവാവായി, കിച്ചുവിന്റെ കയ്യിൽ നല്ല പൈസ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ കിച്ചുവിന് ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട്. അപ്പോൾ രേണുവിനെ തള്ളിക്കളഞ്ഞു. അതാണ് ഇപ്പൊ രേണു പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ ഞാൻ രേണുവിന്റെ ഭാഗത്താണ്, അല്ലേ? ഇപ്പൊ രേണുവിന്റെ ശത്രുവായിട്ട് നിൽക്കുന്ന ഒരാളിന്റെ കൂടെ കിച്ചു കൂടാൻ പാടില്ലായിരുന്നു, അല്ലേ? പക്ഷെ ആ ഒരു അമ്മ മകൻ സ്നേഹം ഉണ്ടെങ്കിൽ, ഇപ്പം കിച്ചു രേണുവിനെ ശത്രുവിനെ കൂട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ രേണുവിന്റെ ശത്രു കിച്ചുവിന്റെ മിത്രമാണ്, അല്ലേ? ചിലപ്പോൾ അങ്ങനെയാവാൻ സംഭവിച്ചിട്ടുണ്ടാവാം. വേറെ ഒരു ഇതും കൂടെ ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറച്ച് നല്ല ആളുകൾ എന്റെ വീട്ടുകാരും എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ താഴെ വീഴത്തില്ല. എനിക്ക് പറയണം, ഈ സ്ത്രീ അന്ന് ഈ വീട്ടിൽ വന്നപ്പം, അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ വന്നപ്പം ഇവരെന്തുകൊണ്ട് അവരെ സൽക്കരിച്ച് അതിനകത്ത് കയറ്റി? എന്നിട്ട് വലിയ വായിൽ പോസ്റ്റ് ഇട്ടല്ലോ, കുരു പൊട്ടുന്നവർക്ക് പൊട്ടട്ടെ എന്ന്. കുരു പൊട്ടാനാ? എനിക്ക് എന്ത് കുരു പൊട്ടാനാ? 11 വയസ്സിൽ തള്ള പോലും, സ്വന്തം പെറ്റതള്ള അന്ന് ഉണ്ടായിരുന്നു, പിന്നെയാണ് അവർ മരിച്ചത്. പെറ്റതള്ള ഉപേക്ഷിച്ച ഒരു കുഞ്ഞിനെയും രണ്ടാമത്തെ ഭാര്യ വരെ ഉപേക്ഷിച്ച ഒരു ഭർത്താവിനെയും കൂടെ ഞാൻ നോക്കിയതാണോ തെറ്റ്? അയാളെ സ്നേഹിച്ച് ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഫോട്ടോ, ഇദ്ദേഹത്തെ സ്നേഹിച്ച് ഭാര്യ പോലും ഉപേക്ഷിച്ച ഒരാളെ ഞാൻ നോക്കിയതാണോ തെറ്റെന്ന്. അപ്പോ രേണു ആണോ സുധിയെയും കിച്ചുവിനെയൊക്കെ നോക്കിയത്? പക്ഷെ നമ്മളൊക്കെ അറിഞ്ഞത് അങ്ങനെ അല്ലല്ലോ. അതായത് സുധി കഷ്ടപ്പെടുന്ന പൈസ മുഴുവൻ രേണുവിനെയും രേണുവിന്റെ വീട്ടുകാരെയും നോക്കാനായിട്ട് ഉപയോഗിച്ചു. സുധിയാണ് രേണുവിനെയും രേണുവിന്റെ വീട്ടുകാരെയും നോക്കിയതെന്നാണല്ലോ നമ്മളൊക്കെ അറിഞ്ഞത്. ഇപ്പൊ അതേ രേണു പറയുന്നു മകനെയും അച്ഛനെയും മകനെയും നോക്കിയത് രേണു ആണെന്ന്. എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇതാണ്. ഇപ്പോൾ രേണുവിനെ സുധിയുടെ വീട്ടുകാർ ഒരു മരുമകളായിട്ട് കണ്ടു എന്നുണ്ടെങ്കിൽ സ്വന്തം മരുമകളെ സോഷ്യൽ മീഡിയയിൽ ഓരോന്ന് പറയുകയും ദ്രോഹിക്കുകയും അല്ലെങ്കിൽ ഓരോ അപവാദങ്ങൾ പറയുകയും ചെയ്യുന്ന അവരെ സുധിയുടെ വീട്ടുകാർ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ അമ്മായിമ്മ മരുമകൾ നല്ല ബന്ധം ആണെങ്കിൽ, ഇപ്പം അമ്മായിമ്മ മകളെ ശത്രുവിനെ കൂട്ടാണ് കാണുന്നത്, മരുമകൾ അമ്മായിമ്മയും ശത്രുവിനെ കൂട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് ശത്രുവിന്റെ ശത്രു മിത്രം, അതായത് രേണുവിന്റെ ശത്രു രേണുവിന്റെ അമ്മായിമ്മയ്ക്ക്, അതായത് സുധിയുടെ അമ്മയ്ക്ക് മിത്രം, കിച്ചുവിനും അത് കണക്ക് തന്നെ. പക്ഷെ അവർ തമ്മിൽ ആ നല്ല ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ സുധിയുടെ വീട്ടുകാരും കിച്ചും ചെയ്തത് തെറ്റാണ്, അല്ലേ? അങ്ങനല്ലേ? ആ കുഞ്ഞിനെ ഞാൻ ബോർഡിങ് നിർത്തിയോ? ഒരു വാക്കുകൊണ്ട് ഞാൻ വേദനിപ്പിച്ചില്ല 11 വയസ്സുള്ള കുട്ടീനെ. ആ 11 വയസ്സ് തൊട്ട് ഈ 17 ഈ 18 സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞും 1 വർഷം എന്റെ കൂടെ തന്നെയായിരുന്നു. ഞാനൊരു വാക്കുകൊണ്ടോ നോക്കൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല. അവൻ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ മറന്നു.
അവൻ ചെയ്ത തെറ്റെല്ലാം ഞാൻ പുറത്തു വാക്കുകൊണ്ട് നോക്കുകൊണ്ട് ഒന്ന് വേദനിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു. അക്കാര്യങ്ങളൊക്കെ കിച്ചു എന്തായാലും സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്, വേദനിപ്പിച്ചാണോ സന്തോഷമായിട്ടാണോ എങ്ങനെയൊക്കെയാണ് നോക്കിയെന്നുള്ള കാര്യം. അതുകൊണ്ട് കുറച്ചുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായതുകൊണ്ട് ജനങ്ങൾക്കൊക്കെ അറിയാം അല്ലെ, നോക്കിയ കാര്യങ്ങൾ.